ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അപ്പോൾ നേരെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ പങ്കജ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇല്ലാത്തൊരു ദേഷ്യം തോന്നുകയാണ്. പക്ഷേ പൂജയുടെ മുന്നിൽ അങ്ങനെ ദേഷ്യമൊന്നും കാണിക്കാനായിട്ട് പാടില്ലല്ലോ. ഹായ് അപ്പു, ഹായ് പങ്കജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൈ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൂജയാണെങ്കിൽ അതെ, പങ്കജിൻ്റെ ഫ്രണ്ടിന് ഒരു സാരി എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എത്ര സാരി നോക്കിയിട്ടും അങ്ങോട്ട് തൃപ്തി ആവുന്നില്ല അപ്പോട്ടൊന്നും നോക്കാവോ? പങ്കജിനോട് ഓരോരോ സാരികൾ നോക്കാൻ പറയുമ്പോൾ പങ്കജിന് സെലക്ഷൻ അറിയില്ല, ഒന്നും അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നുമില്ല. എന്താ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോട്ടാ. ഇനി ഏതായാലും അപ്പോട്ട നോക്കിയാലേ മതിയാവുള്ളൂ അപ്പോട്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഇത് കേട്ട് അപ്പു ചിരിച്ചുകൊണ്ട് തന്നെ, അല്ല പൂജ, എന്തിനാണിപ്പം ഞാൻ നോക്കുന്നത്? പങ്കജിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം അല്ലേ, അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കേണ്ടതും പങ്കജ് തന്നെ. അപ്പോൾ പങ്കജല്ലേ സെലക്ട് ചെയ്യേണ്ടത്, പങ്കജ് തന്നെ നോക്കട്ടെ പൂജ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പങ്കജാണെങ്കിൽ അതിന് ഞാൻ നോക്കുന്നത് എന്തിനാണ്, ഞാൻ ആ ജോലി പൂജയെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ, അപ്പം പൂജ തന്നെ സെലക്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞ് പൂജയോട് സെലക്ട് ചെയ്യാനായിട്ട് പറയുകയാണ്. നീ ഏതായാലും വന്നേ, ഞങ്ങൾ കുറച്ച് സംസാരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ എടാ പങ്കജേ, നീ എന്താ വിചാരിച്ചത്? ഞാൻ പൂജയുടെ പിന്നാലെ തന്നെ ഉണ്ടാകുമെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഇനിയും ഇത്തരത്തിലുള്ള വേഷം കിട്ടുന്നും ദേ ഇങ്ങോട്ട് വേണ്ട. എടാ അപ്പു, ദേ നീ ഇവിടെ വരുമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാടാ. പക്ഷേ നിന്റെ ഉദ്ദേശങ്ങളൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. നമുക്ക് കാണാടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടൊരു ഭയങ്കര തർക്കമാണ്. അപ്പം നമ്മുടെ പൂജ ഒരു സാരി ഇങ്ങോട്ട് എടുത്തിട്ട് വന്നിട്ട് പങ്കജെ, ഈ സാരി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ സാരി അടിപൊളിയാണല്ലോ. ഈ സാരി അടിപൊളിയൊക്കെയാണ്, പക്ഷേ ഈ സാരിക്ക് കുറച്ച് വില കൂടുതലാണെന്നോ? ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയല്ലേ, അപ്പം ഇത്രയും വിലയുള്ള സാരിയൊന്നും വേണ്ട, നോക്കട്ടെ ഞാൻ ആ സാരിയുടെ വില എത്രയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സാരിയുടെ വില ഒന്ന് നോക്കുകയാണ്. അപ്പോൾ അതിലെഴുതിയേക്കണം 9700 ആ സാരിയുടെ വില. ഓ, എത്രയുള്ളൂ? എന്താ പങ്കജ്, ഈ സാരിക്കിട്ട വില ഇത്രയല്ലേ ഉള്ളൂ? പൂജയ്ക്ക് തരാൻ വേണ്ടി ഇത്രയും വിലയുള്ള സാരിയെങ്കിലും ഞാൻ മേടിച്ച് തരണ്ടേ? എനിക്ക് തരാനോ? അതെ, പൂജയ്ക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ സാരി മേടിച്ചത്. അപ്പോൾ പങ്കജനോട് പറഞ്ഞത് ഫ്രണ്ടിനെന്നാണെന്നല്ലേ? അത് ഞാൻ തന്നോട് ചുമ്മാ പറഞ്ഞതാണ്. ഈ സാരി തനിക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി ഞാൻ മേടിച്ചാണ്. അപ്പം ഇത് കേട്ടാൽ നമ്മുടെ അപ്പുവിന് അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അപ്പു ആണെങ്കിൽ ആകെ വിറങ്ങലിച്ചൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഓഹോ, അപ്പോൾ ഇവൻ കരുതിക്കൂട്ടി തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ പൂജ പറയണം, വേണ്ട പങ്കജ്, എനിക്കിപ്പോൾ ഗിഫ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഗിഫ്റ്റ് വേണ്ട പങ്കജ് എന്ന് പറയണേ. അത് പറഞ്ഞാൽ ശരിയാവില്ല. ഞാനിത് തനിക്ക് ഗിഫ്റ്റായിട്ട് തന്നാണ്, അല്ലെങ്കിൽ അപ്പുവിനെന്താ മേടിക്കാനായിട്ട് പറ്റുമോ? അപ്പോൾ ഇത് കേട്ട് അപ്പു ആണെങ്കിൽ, അല്ല പൂജയ്ക്ക് ഗിഫ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ നീ എന്തിനാടാ ഗിഫ്റ്റ് ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്നത്? അപ്പു, എങ്കിൽ നീ മേടിച്ചു കൊടുക്കടാ, കുഴപ്പമൊന്നുമില്ല. 9700 സാരി നിനക്ക് മേടിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ? അല്ല, പൂജ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകാൻ നേരത്ത് അവൾക്ക് നല്ലൊരു സാരി ഉണ്ടോ? നിനക്ക് അതിനെ കൊണ്ട് കഴിയില്ലല്ലേ? പൂജയുടെ അപ്പോട്ടം തന്നെ എന്നാ മേടിച്ചു കൊടുക്ക്. ഏതായാലും ഞാൻ മേടിച്ചു കൊടുക്കുന്നില്ല, ഇതിൻ്റെ ബില്ല് അങ്ങോട്ട് അടച്ചോ. എന്താ, നിനക്ക് സാധിക്കോ? ഇല്ലല്ലേ, നിനക്ക് അതിനെ കൊണ്ട് സാധിക്കില്ല. പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ വാചകടിക്കാനായിട്ട് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അപമാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൂജ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും പങ്കജ് പറയണതേ, നീ ഗിഫ്റ്റ് മേടിച്ചില്ലെങ്കിൽ നിന്റെ വീട്ടിൽ കൊണ്ട് ഞാൻ തരും, അത് വേണ്ടെങ്കിൽ ഗിഫ്റ്റ് മേടിച്ചോളാം. അങ്ങനെ ആ സാരിയും കൊണ്ട് നേരെ പങ്കജ് ഇതൊന്ന് ബില്ല് ചെയ്തോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പൂജയ്ക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണ്. അപ്പോൾ പൂജ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണല്ലോ. അപ്പൂനും അത് വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നി. പിന്നീട് കാണിക്കുക നമ്മുടെ സരസ്വതി അമ്മ. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ സുമിത്രയുടെ പിന്നാലെ തന്നെ നടക്കുകയാണല്ലോ. അപ്പോൾ സുമിത്രയും ശീതളും കൂടി ഒരു ഓട്ടോറിക്ഷയിൽ മുന്നിൽ പോവുകയാണ്. സരസ്വതി അമ്മ പിന്നാലെ ഒരു ഓട്ടോറിക്ഷയിൽ. അപ്പോൾ ഓട്ടോറിക്ഷക്കാരോട് പറയണതേ, പോകുന്നൊരു ഓട്ടോറിക്ഷയില്ലേ, ആ ഓട്ടോറിക്ഷ എവിടെയാണോ നിർത്തുന്നത് അതിനേക്കാളും കുറച്ചും കൂടി അകലെ പിന്നിൽ മാറി എവിടെയെങ്കിലും നിർത്തിക്കോളാം, തന്നോട് പറഞ്ഞ മനസ്സിലായോടോ എന്നാ ഓട്ടോക്കാരനെ ഭരിപ്പിക്കുകയാണ് സരസ്വതി അമ്മ. ഇത് കേട്ട ഓട്ടോക്കാരാണെങ്കിൽ ശരി ഞാൻ നിർത്തിക്കോളാം എന്നും പറയുകയാണ്. ശരി. അങ്ങനെ ഈ സുമിത്രയും അതേപോലെ തന്നെ ശീതളും കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങുകയാണ്. ദേ അമ്മേ, ഇവിടെ എന്നോട് പ്രതീക്ഷേട്ടൻ വരാൻ പറഞ്ഞത്. ഞാനിവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷേട്ടനെ കാണാനില്ല. കുറച്ചു നേരം ഞാനിവിടെ നിന്നു, എന്നിട്ടും പ്രതീക്ഷേട്ടൻ വന്നില്ല. ഞാൻ വിളിച്ചു നോക്കി, പക്ഷേ പ്രതീക്ഷേൻ്റെ ഫോണാണെങ്കിൽ അപ്പോൾ സ്വിച്ച് ഓഫ് ആയിപ്പോയായിരുന്നു. പിന്നെ എന്ത് ചെയ്യണമെന്നോ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു അമ്മേ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സരസ്വതി അമ്മ ഒളിഞ്ഞിരുന്നതെല്ലാം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്.
അവരിവിടെയാണല്ലോ വന്നിരിക്കുന്നത്, എന്താണ് കിടന്ന് കുണുകുണാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുമിത്ര ചുറ്റുപാടൊന്ന് നോക്കിയാണ്. ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ അഡ്വക്കേറ്റ് സുദേവൻ്റെ ഓഫീസ്. അപ്പോൾ ഇത് കണ്ട സുമിത്രയാണെങ്കിൽ, മോളെ അത് അഡ്വക്കേറ്റ് സുദേവൻ്റെ ഓഫീസല്ലേ, ഇവിടെയാണോ നിന്നോട് പ്രതീക്ഷ വരാനായിട്ട് പറഞ്ഞത്? അതേ അമ്മേ, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ സരസ്വതി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കുമേ ഈ സുദേവൻ എന്ന് പറഞ്ഞ വക്കീലിൻ്റെ കാര്യമല്ലേ ആ രഞ്ജിത പറഞ്ഞത്? ഓഹോ, അപ്പോൾ സുമിത്ര ഇവരെ കാണാൻ വേണ്ടി വന്നതാണല്ലേ. അപ്പോൾ ഇങ്ങനെ സരസ്വതി ഒളിഞ്ഞതെല്ലാം കാണുകയാണ്. അപ്പോൾ നമ്മുടെ ശീതളോട് വീണ്ടും സുമിത്ര ചോദിക്കുകയാണ്, മോളെ വക്കീല് നിങ്ങളിവിടെ വന്നപ്പോഴേ വക്കീലിൻ്റെ ഓഫീസ് വല്ലതും തുറന്നിട്ടുണ്ടായിരുന്നോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രതീക്ഷനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഈ വക്കീൽ ഓഫീസോ അല്ലെങ്കിൽ വക്കീലിനെ ആരെങ്കിലും കണ്ടായിരുന്നോ മോള്? അമ്മ ഞാനതൊന്നും ഓർക്കുന്നില്ല. ഞാൻ പ്രതീക്ഷേനെ കാണാത്തതിൻ്റെ വെപ്രാളത്തിൽ പിന്നെ കൂടുതൽ നേരം ഇവിടെ നിന്നില്ല, ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു അമ്മേ. അതൊന്നും ഞാൻ ഓർക്കുന്നില്ല അമ്മ, ഈ ഓഫീസ് തുറന്നിട്ടുണ്ടായിരിക്കോ ഇല്ലേ എന്നൊക്കെ. എന്താ അമ്മേ, എന്താ കാര്യം? ഇത് ഈ അഡ്വക്കേറ്റ് സുദേവനാണ്, രോഹിത്തിൻ്റെ അഡ്വക്കേറ്റ് എന്നിങ്ങനെ പറയുകയാണ്. അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, പ്രശ്നമുണ്ടോ ഇല്ലേ എന്നൊക്കെ അന്വേഷിക്കണം മോളെ. എന്തിനു വേണ്ടിയായിരിക്കും പ്രതീക്ഷ ഇവിടെ വന്നിട്ടുണ്ടാവുക? അപ്പം മനസ്സിലിങ്ങനെ കുറേ ചിന്തിക്കുകയാണ്. അമ്മ, നമുക്ക് ഇവിടെ ആരെങ്കിലോടൊന്ന് ചോദിച്ചാലോ? ആരോട് ചോദിക്കാനായിട്ട്? ഇന്നലെ കണ്ട ആളെ ഇന്ന് കണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പാടാത്ത ആൾക്കാരാണ്. പിന്നെ ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ലമ്മേ, എല്ലാം അമ്മ തന്നെയല്ലേ പറയുന്നത്. അമ്മ തന്നെയാണ് നമുക്ക് ഓരോരുത്തരോടും ചോദിക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ അമ്മ തന്നെ പറയുന്നു വേണ്ട എന്ന്. അല്ല, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ. മോളെ, എന്തായാലും പ്രതീക്ഷനെ നമുക്ക് കണ്ടെത്തിയല്ലേ മതിയാവുള്ളൂ. പ്രതീക്ഷനെ കണ്ടെത്തണം, സത്യാവസ്ഥ എന്താണെന്ന് തെളിഞ്ഞേ മതിയാവുള്ളൂ. അതിന് ഇനിയിപ്പോൾ ഇവിടെ കാവൽ നിന്നിട്ട് യാതൊരു കാര്യമില്ല. അവൻ എന്ത് സംഭവിച്ചു, അവൻ എവിടെയാണ് പോയത് എന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും പോവുകയാണ്. സരസ്വതി അമ്മയാണെങ്കിൽ അവിടെ നിന്ന് വാണം വിട്ട രീതിയിൽ പാഞ്ഞങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മൂന്നുപേരും കൂടി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും പങ്കജ് പറയുകയാണ്, പൂജ ഇനിയിപ്പോൾ നീ ഏതായാലും വണ്ടി കയറിക്കോ, നമുക്ക് പോകാം. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടൊന്നും യാതൊരു കാര്യമില്ലല്ലോ, നമുക്ക് പോയേക്കാം. അപ്പോ നീ ഇനി ഇവിടെ കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ പോയിക്കോ അപ്പു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അപ്പുവിനാകെ അങ്ങോട്ട് കലി വരികയാണ്. പൂജയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പാടുന്നൊരവസ്ഥ. അപ്പോൾ പങ്കജിൻ്റെ കയ്യിലാണ് ഈ സാരി ഇരിക്കുന്നതേ. അപ്പോൾ എടുത്ത് വായിക്കുന്ന നമ്മുടെ അപ്പു ആണെങ്കിൽ, പൂജ നീ കയറിയേ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്കും ഭയങ്കര സന്തോഷം. ആണോ അപ്പോട്ടാ? നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? എവിടെയൊക്കെ പോകുന്നത്? അതൊക്കെ പറയാം, നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. ശരി പങ്കജെ, ഇന്ന് ഏതായാലും ഞാൻ നിൻ്റെ ഒപ്പം വരുന്നില്ല, ഞാൻ അപ്പോട്ടിൻ്റെ ഒപ്പം പോവുക, നമുക്ക് നാളെ കാണാം, ബായ് എന്നും പറഞ്ഞ് അപ്പുവിൻ്റെ ബൈക്കിലും കയറി പങ്കജിൻ്റെ മുഖത്തടിക്കുന്നത് ഇതിൽ സംസാരിച്ചിട്ട് നമ്മുടെ പൂജ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ട പങ്കജിനാകെ കാലി വന്നിട്ട് ആ കയ്യിലിരുന്ന് വെച്ചാൽ സാരി അങ്ങോട്ട് വലിച്ചങ്ങോട്ട് റോഡിലേക്ക് എറിഞ്ഞിട്ട് രണ്ട് ചവിട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണ്. സുമിത്രയാണെങ്കിൽ ആ വക്കീൽ ഓഫീസിൽ പോയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. എന്തിനായിരിക്കും പ്രതീക്ഷ അവിടെ പോയിട്ടുണ്ടാവുക? അപ്പം നമ്മുടെ സരസ്വതി അമ്മ ഇതെല്ലാം സുമിത്രയുടെ നീക്കങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സുമിത്ര ഇങ്ങനെ ഇരിക്കുമ്പോൾ സുമിത്രയുടെ മുന്നിലേക്ക് സരസ്വതിയമ്മ വരികയാണ്. സരസ്വതിയമ്മ വന്നിട്ട് മോളെ സുമിത്ര എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് പൂജയുടെ വരവ്. ആഹാ, അമ്മ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണോ തനിച്ച്? എന്താ അമ്മേ? മോളെ നീ വന്നല്ലോ മോളെ എന്തൊക്കെയുണ്ട്, നമുക്ക് കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ട് മോളെ. സംസാരിക്കാനുണ്ടോ? എങ്കിലേ കുളിയൊക്കെ പിന്നേകാം, നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിട്ട് പിന്നീട് കുളിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് നീ വാ, നിന്നോട് അത്യാവശ്യമായിട്ട് എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അകത്തേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. അപ്പോൾ സരസ്വതിയമ്മയും പിന്നാലെ ഇങ്ങനെ ചെല്ലുകയാണ്. എന്തൊക്കെ രഹസ്യങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പോൾ പൂജ നോക്കാൻ നേരത്ത് ദേ സരസ്വതിയമ്മ ഒളിഞ്ഞു നോക്കുന്നു. അപ്പോൾ ഇത് കണ്ട പൂജയാണെങ്കിൽ, നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ? അപ്പോൾ സരസ്വതിയമ്മ, ഞാൻ ഒളിഞ്ഞു നോക്കാനൊന്നും വേണ്ടി വന്നതല്ല, മനസ്സിലായി കാര്യങ്ങളെല്ലാം. ഇനി അവിടെ നിന്നാൽ മതി, ഞങ്ങളുടെ പിന്നാലെ വന്നു പോകരുത്, ഈ ഒളിഞ്ഞു നോട്ടൊന്ന് അവസാനിപ്പിച്ചൂടെ എന്ന് സുമിത്രയും പറയുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അമ്മ എന്താ അമ്മയ്ക്ക് എന്താണ് അമ്മേ പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ചില കാര്യങ്ങളെല്ലാം പറയുകയാണ്. അമ്മ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോയോ? വക്കീൽ ഓഫീസിലേക്ക് നിങ്ങൾ പോയോ? വക്കീൽ ഓഫീസാണ്, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കുമാണ് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. പക്ഷേ എന്തിനു വേണ്ടിയാണ് പ്രതീക്ഷ അവിടെ ചെന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തൊക്കെ നിഗൂഢതകളെല്ലാം ഒളിഞ്ഞിരിക്കുന്നുണ്ട് മോളെ. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നീ ഏതായാലും രഞ്ജിതയുടെ ഓഫീസിലാണല്ലോ ജോലി ചെയ്യുന്നത്. ഇതിനെല്ലാത്തിനും പങ്ക് രഞ്ജിതയ്ക്കുണ്ടോ എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് രഞ്ജിതയെയും പങ്കജിനെയും
വാച്ച് ചെയ്യണം. നീ അവരുടെ പിന്നാലെ തന്നെ ഉണ്ടാകണം മോളെ. അത് പിന്നെ ഞാൻ ഏറ്റവും അമ്മേ. അവരുടെ 3 പേരുടെയും പിന്നാലെ ഞാനുണ്ടാകും. ഇനിയിപ്പോൾ ഈ രഞ്ജിത ആരെയൊക്കെയാണ് സംസാരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാക്കിയല്ലേ മതിയാവുള്ളൂ. ലാസ്റ്റ് രഞ്ജിത തിരിച്ചറിയണം എനിക്കിവിടെ ജോലി തന്നത് അബദ്ധമായി പോയെന്ന്. അവര് ചവിട്ടി നടക്കുന്ന ഓരോ മണൽത്തരിയിലും തീയുണ്ടെന്ന് അവരത് മനസ്സിലാക്കുക തന്നെ ചെയ്യണമേ. അതിനുവേണ്ടി എല്ലാം ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ അമ്മയുടെ പ്രയത്നം നിസ്സാരമാകില്ല എന്ന്. അതേപോലെ തന്നെ അമ്മ എവിടം വരെയും പ്രയത്നിക്കുന്നോ അവിടം വരെയും പ്രയത്നിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. സത്യം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടമ്മേ, അത് നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് പൂജ ഭയങ്കരമായിട്ട് എഴുതി കൊടുക്കുകയാണ്. ഏതായാലും അമ്മയൊന്ന് ആ വക്കീലിനൊന്ന് വിളിച്ചു നോക്കിയേ. അങ്ങനെ വക്കീലിനെ വിളിക്കുകയാണ്. പക്ഷേ വക്കീലിൻ്റെ ഫോൺ അപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ ഇത് സുമിത്ര പറയുകയാണ്, വക്കീലിൻ്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ് മോളെ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ. വക്കീൽ ഏതായാലും വിളിക്കും, അമ്മ ടെൻഷൻ ആവാതിരിക്കും. പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ ഈ രഞ്ജിതയുടെ ഭർത്താവും വക്കീലിനെ വിളിക്കണം. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ വിളിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സ്വിച്ച് ഓഫ്. അപ്പോൾ രഞ്ജിത വന്നിട്ട് നിങ്ങൾ ആരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആ വക്കീലിനെ വിളിച്ചാണ് രഞ്ജിതേ. പക്ഷേ വക്കീലിൻ്റെ ഫോൺ ആദ്യം റിങ് ചെയ്തു, പിന്നീട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. എൻ്റെ നമ്പറാണെന്ന് മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്. ഇതിൽ എന്തൊക്കെയോ കള്ളത്തട്ടിപ്പുകളുണ്ട്. ഇനിയിപ്പോൾ സുമിത്രയെ വല്ലതും ഈ വക്കീൽ കണ്ടിട്ടുണ്ടാവോ? അങ്ങനെ എനിക്ക് സംശയമില്ലാതില്ല. ഏതായാലും രഞ്ജിത്ത് ഒരു കാര്യം ചെയ്യും, സരസ്വതിയമ്മയെ വിളിക്ക്. സരസ്വതിയമ്മയെ വിളിച്ചിട്ട് വക്കീല് സുമിത്രയെ വിളിച്ചായിരുന്നോ അല്ലെങ്കിൽ സുമിത്ര പോയി കണ്ടായിരുന്നോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞ കാര്യം ചെയ്യ്. നിങ്ങൾ ഏതായാലും ആ വക്കീലിൻ്റെ വീട് വരെ ഒന്ന് പോകണം. ഇപ്പം തന്നെയോ? എന്താ ഇപ്പം തന്നെ പോകാൻ പറ്റൂലേ? പോയേക്കാം, ഞാനിപ്പം തന്നെ പോയേക്കാം. അങ്ങനെ നമ്മുടെ രഞ്ജിത ഇയാൾ പോയി കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിയമ്മയെ വിളിക്കുകയാണ്. അപ്പോൾ സരസ്വതിയമ്മയാണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രഞ്ജിതയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിയമ്മ ഫോൺ എടുത്തിട്ട്, ഹലോ, ഞാൻ രഞ്ജിതയാണ്. എനിക്കറിയാം മോളെ, മോള് വിളിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതിനു വേണ്ടി തന്നെ ഞാൻ വിതുമ്പി നിൽക്കുകയായിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ? മോളുടെ സഹായവും പണവും ഉള്ളിടത്തോളം കാലം ഞാൻ മോൾക്ക് വേണ്ടി പ്രയത്നിക്കുക തന്നെ ചെയ്യുന്നേ, അതിലിപ്പോൾ യാതൊരു സംശയവുമില്ല. ഈ സുമിത്ര വക്കീലിനെ വിളിക്കുകയോ അല്ലെ വക്കീലിനെ കാണാൻ പോകുകയോ വല്ലതും ചെയ്തായിരുന്നോ? അപ്പോൾ സരസ്വതിയമ്മ ആകെ അന്തം പൊട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താ ഞാൻ പറഞ്ഞ കേട്ടില്ലേ? അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. പക്ഷെ എന്താ മോളെ ഇത്? അങ്ങനെ സുമിത്ര ആരെയും വിളിച്ചിട്ടില്ലെന്നേ. അവൾ വക്കീലിൻ്റെ അടുത്ത് പോയിട്ടുമില്ല, വക്കീലിനെ സംസാരിച്ചിട്ടുമില്ല. ഞാൻ അവളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ പറയുന്നത് സത്യമൊക്കെയാണോ? അതേന്നേ, ഞാനതിന് മോളോട് കള്ളം പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നടന്നായിരുന്നെങ്കിൽ മോൾ അപ്പം തന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാനായിരുന്നില്ലേ? ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ സരസ്വതിയമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ്, രഞ്ജിതേ, ഞാൻ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഈ വക്കീലിനെ കാണാൻ പോയ കാര്യമൊന്നും നിന്നോട് പറയാനായിട്ട് പോകുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പൈസ തരുന്നത് അങ്ങോട്ട് ഒഴിവാകും. അങ്ങനെ ഞാൻ അനുവദിക്കില്ലല്ലോ. കുറച്ച് പൈസ നിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാനും തന്നെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ ദൈവമേ, ജീവിക്കാനുള്ള മാർഗങ്ങളെല്ലാം എന്തെല്ലാമാണ് നീ കാണിച്ചിരുന്നത്. നിനക്കൊരുപാട് നന്ദിയുണ്ട് എന്ന് സരസ്വതിയമ്മ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ രഞ്ജിതയാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.